എന്റെ പ്രതിസന്ധിയല്ലേ എന്നെ കർത്താവിന്റെ മുമ്പിൽ എത്തിച്ചേ. എന്റെ വെല്ലുവിളിയല്ലേ എന്നെ യേശുവിന്റെ മുമ്പിൽ എത്തിച്ചേ. എന്റെ ജീവിതത്തിലെ തകർച്ചകളും പാപങ്ങളും അല്ലേ ഈ യേശുവിനെ കാണാനുള്ള അവസരം എനിക്ക് തന്നത്. അങ്ങനാണെങ്കിൽ എല്ലാ തോൽവികൾക്കും നന്ദി. നിന്റെ മുഖം കാണുവാൻ അത് നിമിത്തമായി. എല്ലാ പരാജയങ്ങൾക്കും നന്ദി, നിന്നെ അടുത്തറിയാൻ അത് കാരണമായി. എത്ര പേർ പറയും, എന്റെ കർത്താവേ എല്ലാ തോൽവികൾക്കും നന്ദി, എല്ലാ പരാജയങ്ങൾക്കും നന്ദി, എല്ലാ പ്രതിസന്ധികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചതെപ്പോഴാണ്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ചതെപ്പോഴാണ്? നിങ്ങളുടെ ഭയങ്കര സന്തോഷത്തിന്റെ വേളകളിലാണോ? നിങ്ങളുടെ പ്രതിസന്ധികളിലാണോ? നിങ്ങൾ ഏറ്റവും കൂടുതൽ തമ്പുരാന്റെ മുമ്പിൽ ചെന്ന് നിന്ന് പൊട്ടിക്കരഞ്ഞ് കണ്ണിൽ നിന്ന് ചൂടുള്ള കണ്ണുനീര് നിങ്ങളുടെ ബൈബിളിന്റെ മേളിൽ വീണതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിന്റെ വെല്ലുവിളികളുടെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ ശുശ്രൂഷയിൽ പ്രയോജനപ്പെട്ടതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ചൂടേറിയ അനുഭവത്തിന്റെ നടുവിലല്ലേ? നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോമുകളിൽ കത്തി ജ്വലിച്ചതെപ്പോഴാ? നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രതികൂലത്തിന്റെ നിമിഷങ്ങളിലല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കരങ്ങൾ ഉയർത്തി പറയാം, അപ്പാ എല്ലാ തോൽവികൾക്കും നന്ദി, നിന്റെ മുഖം കാണാൻ അത് നിമിത്തമായി. എല്ലാ കണ്ണുനീരിനും നന്ദി കർത്താവും, നന്ദി. നിന്റെ സാന്നിധ്യം അറിയാനിടയായി. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ നീ തളരില്ല, നീ തകരില്ല, നീ പരാജയപ്പെടില്ല. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതമാക്കി ദൈവം മാറ്റും. ഇതും നിന്റെ ജീവിതത്തിൽ ഒരു വിജയമാക്കി ദൈവം മാറ്റും.